സഹോദരങ്ങളെ, വഖഫിന്റെ ലക്ഷ്യത്തെക്കുറിച്ചുള്ള കൃത്യമായ ഓരോന്ന് 7 കാര്യങ്ങൾ എണ്ണി പറഞ്ഞപ്പോ സമൂഹത്തിലെ മുഴുവൻ പേർക്കും ഉപകാരപ്പെടുന്ന ആദ്യം പറഞ്ഞ കാര്യം വിദ്യാഭ്യാസം, രണ്ടാമത് നദിയൊഴുക്കുക, കനാലുകൾ നിർമ്മിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഒരു കിണർ നിർമ്മിച്ചിട്ട് ജലക്ഷാമമുള്ള ഒരു നാട്ടിൽ, ഒരു സമൂഹത്തിൽ വഖഫിന്റെ ഭൂമിയില് ഒരു കിണർ നിർമ്മിച്ചിട്ട് ജനങ്ങൾക്ക് പൊതുജനാവശ്യത്തിന് വിട്ടുകൊടുക്കുക. ഇങ്ങനെയൊക്കെ എല്ലാ മനുഷ്യർക്കും ഉപകാരപ്പെടുന്ന ഒരു പ്രോപ്പർട്ടി ആയിട്ടാണ് ഇസ്ലാം വഖഫിനെ വെച്ചിട്ടുള്ളത്. അങ്ങനെ തന്നെ എക്കാലത്ത് ഉപകാരപ്പെട്ടിട്ടുള്ളതും. അത് നമ്മുടെ കൈകളിലൂടെ ചിലപ്പോൾ നടന്നിട്ടുണ്ട്, ചിലപ്പോൾ അത് ഗവൺമെന്റിന്റെ കൈകളിലൂടെയാണ് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് മാത്രം. ഇസ്ലാമിക ഗവൺമെന്റുകളുടെ കീഴിൽ അത് നിർബാധം നടന്നുകൊണ്ടിരിക്കുകയാണ്. വഖഫ് മുഴുവൻ മനുഷ്യരുടെയും പൊതു ആവശ്യത്തിന് വേണ്ടി മാറ്റിവെക്കപ്പെട്ട ഒരു സംവിധാനമാണ്. പ്രവാചകൻ പറയുക, നമുക്ക് പറ്റണ്ടോ നമ്മൾ വഖഫിന്റെ പ്രയോജനം എന്താണെന്ന് നമ്മുടെ സമൂഹത്തെ കാട്ടിക്കൊടുത്താൽ ഏതെങ്കിലും ഒരു പള്ളിയുടെ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു ഭൂമിയിൽ ജലക്ഷാമമുള്ള ഒരു സമയത്ത് നല്ല ഒരു കിണർ കുഴിച്ചിട്ട് ആ കിണറിലെ വെള്ളം നാട്ടിലെ ജനങ്ങൾക്ക് മുഴുവൻ ഉപയോഗിക്കാൻ വിട്ടുകൊടുത്തുകൊണ്ട് വഖഫ് എന്താണെന്ന് കാണിച്ചു കൊടുക്കാൻ ഒരു മഹന്റെ മാനേജ്മെന്റ് കമ്മിറ്റിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടോ? നമുക്ക് തന്നെ മാനേജ്മെന്റിനെ കുറിച്ച് അറിയില്ല. നമുക്ക് തന്നെ വഖഫിന്റെ പ്രയോജനം സമൂഹത്തിന് എങ്ങനെ സമ്മാനിക്കണമെന്ന് അറിയില്ല. അതുകൊണ്ട് കയ്യിൽ കിട്ടിയ വഖഫ് സ്വത്തുകളൊക്കെ ഇങ്ങനെ വെറുതെ കിടക്കുക. എനിക്കറിയാം, 25 ഏക്കറുള്ള ഒരു പള്ളി, 25 ഏക്കർ ഭൂമി കിടക്കുക, അവർ 500 കോടിയുടെ ആസ്തി ഒരു എറണാകുളത്താണ്. ആ പള്ളിയില് വാസ്തവത്തിൽ ഖത്തീബിന് ശമ്പളം കൊടുക്കാൻ 500 കോടിയുടെ ആസ്തി വരും. ഖത്തീബിന് ശമ്പളം കൊടുക്കാൻ ഇപ്പോഴും അവർക്ക് കാശില്ല. ഖത്തീബിന്റെ ശമ്പളം കുടിശ്ശികയാണ്. ഈ നിലയിലാണ് വഖഫിനെ നാം ദുരുപയോഗം ചെയ്തത്. അങ്ങനെ വഖഫ് ശരിയായ നിലയിൽ പ്രവാചകൻ പറഞ്ഞത് എന്താണ്? നിങ്ങൾ കിണർ കുഴിച്ച് ജനങ്ങൾക്ക് വിട്ടുകൊടുക്കും. ജനോപകാരപ്രദമല്ലേ? പൊതുജനത്തിന് ഉപകാരപ്പെടുന്നതാണ് വഖഫ്. നാലാമത് പറയുന്നത് എന്താ? അല്ലെങ്കിൽ നിങ്ങൾ ഒരു തോട്ടം നിർമ്മിച്ചിട്ട് അതിന്റെ പ്രയോജനം, അതിന്റെ ഗുണം, അതിന്റെ ഇൻകം, അതിന്റെ വരുമാനം, അല്ലെങ്കിൽ അതിന്റെ ഫലങ്ങൾ അനുഭവിക്കാൻ വേണ്ടി പൊതുജനങ്ങൾക്ക് കൊടുക്ക്. നമ്മുടെ രാജ്യത്തൊക്കെ മുസ്ലിമീങ്ങളായ നമുക്ക് യഥാർത്ഥത്തിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ പാടില്ലായിരുന്നു. നല്ലൊരു തോട്ടം, റബ്ബർത്തോട്ടോ അല്ലെ എന്തെങ്കിലും പഴത്തോട്ടോ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് ഈ നാട്ടിലുള്ള മുഴുവൻ ജനങ്ങൾക്കും അനുഭവിക്കാനുള്ളതെന്ന് പറഞ്ഞിട്ട് ആ വഖഫൊക്കെ ഒന്ന് മാറ്റിവെക്കാൻ നമുക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ ഈ വഖഫിന്റെ നേരെ ഈ തൽപര ശക്തികൾ കയറി വരുമ്പോ വഖഫ് മനസ്സിലാക്കാൻ നമുക്ക് പറ്റിയില്ല, വഖഫിനെ ഉപയോഗിക്കാൻ അറിഞ്ഞില്ല. മസ്ജിദ, 5ാമത് പറയാ പള്ളി പണിതായിരുന്നു. നമ്മൾ തുടങ്ങുന്ന ഇവിടുന്ന 4 കടന്നുപോയി. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന 4 നേരത്തെ പറഞ്ഞ റസൂലുള്ള. നമ്മൾ തുടങ്ങുന്നത് വഖഫ് മസ്ജിദ, പള്ളി പണിയലില്ല. മുസഹബ അല്ലെങ്കിൽ മദ്രസയും മുസഹബും ഒക്കെ പിന്നെയാണ് പറയുന്നത്. മുസഹബ് ആളുകൾക്ക് വേണ്ടി പാരായണം ചെയ്യാനും പഠിക്കാനും വെച്ചു കൊടുത്തു. അല്ലെങ്കിൽ തനിക്ക് വേണ്ടി പാപമോചനം ചെയ്യുന്ന ഒരു മകനെ ഉത്പാദിപ്പിച്ചു, അവനെ ദീൻ പഠിപ്പിച്ച് അള്ളാഹുവിനെ പരിചയപ്പെടുത്തി ഈ ലോകത്ത് അവനെ ജീവിക്കാൻ വിട്ടു, പരിശീലനം നൽകി വളർത്തി. ഇതൊക്കെയാണ് നാളെ പരലോകത്ത് പ്രയോജനം ചെയ്യുന്നതെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞ ഈ യാഥാർത്ഥ്യങ്ങളാണ് വഖഫിന്റെ സന്ദേശം എന്ന് തിരിച്ചറിയാതെ ഈ വഖഫിനെ നമ്മൾ യഥാർത്ഥത്തിൽ ദുരുപയോഗം ചെയ്തപ്പോ ഇന്ന് വാസ്തവത്തിൽ നിങ്ങൾക്കറിയാമോ, ഫാറൂഖ് കോളേജിന്റെ വഖഫിന്റെ പ്രോപ്പർട്ടി അത് വെറുതെ പാഴായ നിലയിൽ ദുരുപയോഗപ്പെടുത്തി, അല്ലെങ്കിൽ ഉപയോഗശൂന്യമായ നിലയിൽ ഇട്ടപ്പോഴല്ലേ ഇവിടെ കയ്യേറ്റങ്ങൾ നടന്നത്. കയ്യേറ്റം നടന്നതിന്റെ പിന്നിൽ ധാരാളമുണ്ട്. അതെല്ലാം ഞാൻ ഇപ്പൊ തൽക്കാലം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നില്ല. സഹോദരങ്ങളെ, ഈ കയ്യേറ്റങ്ങളിലെ ഇത് സത്യത്തിൽ ഇവിടെ മുന്നാധാരങ്ങൾ ഉണ്ടാക്കി അവിടുത്തെ വഖഫിന്റെ പ്രോപ്പർട്ടിയെ വിട്ടുതളിക്കാൻ വേണ്ടിയിട്ട് ഈ തരത്തിൽ വഖഫാധാരം എഴുതി വെച്ചിരിക്കുന്ന തങ്ങളുടെ മഹാനായ സിദ്ദീഖ് സേഠ് നൽകിയ വഖഫിന്റെ ആധാരത്തോട് നീതി പുലർത്താനും അതിനെ സംരക്ഷിച്ചു നിർത്തി വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് മാത്രം വിനിയോഗിച്ച അദ്ദേഹത്തിന്റെ പരലോകത്ത് പുണ്യം കിട്ടാനും ഉപയോഗിക്കേണ്ട ഈ വഖഫിന്റെ പ്രോപ്പർട്ടികളെ വിറ്റുതളിക്കാൻ വേണ്ടിയിട്ട് ഒരു വക്കീൽ, പോളെന്ന വക്കീലിന് പവർ ഓഫ് അറ്റോർണി കൊടുത്തു. ആര്? ഈ കോളേജ്, ഫാറൂഖ് കോളേജിന്റെ മാനേജ്മെന്റ്. എന്നിട്ട് അയാള് ഒരു വിൽപ്പന മഹോത്സവം തന്നെ നടത്തുകയായിരുന്നു. അയാളുടെ മകനോട് റിസോർട്ട് ഉണ്ടെന്ന് പറയപ്പെടുന്നു. അങ്ങനെ അത് മുഴുവനും വിറ്റു തുലച്ചപ്പോ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കേസുകൾ നടന്നു. അതിന്റെയൊക്കെ ചരിത്രത്തിലേക്ക് ഞങ്ങൾ പോകുന്നില്ല. വഖഫാണ് എന്ന് പോലും അറിയാതെ പാവപ്പെട്ട ചില ജനങ്ങൾ, കുറെ ജനങ്ങളും അവിടെ വില കൊടുത്ത് വസ്തു വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ അവർക്ക് നൽകാൻ വേണ്ടിയിട്ട് ഇല്ലാത്ത കൃത്രിമമായ പല അധിക മുന്നാധാരങ്ങൾ ഉണ്ടാക്കി ആ മുന്നാധാരങ്ങൾ മുമ്പിൽ വെച്ചാണ് ഇവർ കച്ചവടം നടത്തിയത്. യഥാർത്ഥത്തിൽ വഖഫാണെന്ന് അവർക്ക് അറിയാൻ പാടില്ലാഞ്ഞിട്ടാണോ? വഖഫാണെന്ന് അറിയാൻ പാടില്ലെങ്കിൽ പിന്നെന്തിനാണ് മുന്നാധാരങ്ങൾ ഉണ്ടാക്കിയത്? മുന്നാധാരങ്ങൾ ഉണ്ടാക്കി കൃത്രിമമായി 2-3 മുന്നാധാരങ്ങൾ ഉണ്ടാക്കി. അങ്ങനെ അവര് യഥാർത്ഥത്തിൽ ആ വിൽപ്പന നിർബാധം തുടരുകയായിരുന്നു. അങ്ങനെ ആ
വസ്തുക്കൾ അറിയാതെ വാങ്ങിച്ചു പോയ ഒരുപറ്റം സാധു ജനങ്ങൾ അവിടെയുണ്ട്. ഒരുപറ്റം സാധു ജനങ്ങൾ അവിടെയുണ്ട്. നമുക്ക് ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ പാവപ്പെട്ട ജനങ്ങളെയാണ് നമുക്ക് സംരക്ഷിക്കേണ്ടത്, അല്ലേ? ആ പാവപ്പെട്ട ജനങ്ങളെ നമുക്ക് സംരക്ഷിക്കണം. ഈ സമ്മേളനത്തിലും കേരളത്തിലെ മുഴുവൻ മുസ്ലിം സമുദായത്തിനും അവിടെ കബളിപ്പിക്കപ്പെട്ട ഒരു വിഭാഗം, ഒരു ജനതയുണ്ട്. ആ പാവപ്പെട്ട ജനത ഏതാണ്ട് 1/3 ഭാഗത്ത് 1/3 കുടുംബങ്ങളാണ് അവിടെ വരിക. അവരെ കുടിയൊഴിപ്പിച്ച് വഴിയാധാരമാക്കരുത് എന്ന കാര്യത്തിൽ മുസ്ലിം സമുദായമെല്ലാം അത് വഖഫാണ് എന്നുള്ള എല്ലാ രേഖകളും അവരുടെ കൈവശം ഉണ്ടായിരിക്കെ, മുസ്ലിം സമുദായത്തിന്റെ കൈവശം ഇരിക്കെ, കോടതി വിധികളെല്ലാം അതിനനുകൂലമായിരിക്കെ വഖഫിന് ഇത്തരം പഴുതുകൾ ഉപയോഗിച്ച് വഖഫ് തട്ടിപ്പുകൾ നടക്കുന്നത് കൊണ്ട് ഗവൺമെന്റ് ആ വഖഫ് തട്ടിപ്പുകൾ നിരോധിക്കാൻ വേണ്ടി നമ്മുടെ രാജ്യത്തുണ്ടാക്കിയ പാർലമെന്ററി നിയമത്തിന്റെ പരിരക്ഷയോടുകൂടി അത് വഖഫാണെന്ന് കോടതികൾ പലവട്ടം സ്ഥാപിച്ചതാണ്. 1967 ഈ സ്ഥലം പാട്ടത്തിന് കൊടുത്ത ഒരു അനുഭവം ഉണ്ടായി. പാട്ടത്തിന് കൊടുക്കും, വേണമെങ്കിൽ കൊടുക്കാം. കൊടുത്തിട്ട് ആ പാട്ടത്തിന് കൊടുത്ത വ്യക്തി തന്റേതാണെന്ന് പറഞ്ഞ് പറവൂർ സബ് കോടതിയിൽ അന്യായം ബോധിപ്പിച്ചപ്പോ കോടതിയുടെ റിസീവർ വെച്ച് അന്വേഷണം നടത്തിയിട്ട് 1971 ജൂലൈ 12 നടത്തിയ വിധി പ്രസ്താവത്തിന്റെ 43-ാം ഖണ്ഡികയിൽ പറവൂർ കോടതി ഇത് വഖഫ് ഭൂമിയാണെന്ന് ആധികാരികമായി സ്ഥിരീകരിച്ചിട്ടുള്ളതാണ്. അപ്പോ അവർ ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതിയിൽ പോയപ്പോൾ വിശദമായ വിദഗ്ധമായ നിരീക്ഷണത്തിൽ എല്ലാ നിരീക്ഷണങ്ങൾക്കും ശേഷം 1971 സെപ്റ്റംബർ 30 അപ്പീൽ തള്ളിക്കൊണ്ട് ഇത് വഖഫാണെന്ന് ഹൈക്കോടതി സ്ഥിരീകരിച്ച വസ്തുവാണ്. എന്നിട്ടാണ് ഇതിന് വഖഫല്ല എന്ന് പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നിട്ടും അധികൃതരുടെ മേൽനോട്ടത്തിൽ ആ വഖഫ് കൊള്ള അവിടെ നടക്കുകയായിരുന്നു. ഇപ്പോഴെന്താ സംഭവിച്ചിരിക്കുന്നത്? അവിടെ കരമടയ്ക്കാൻ വേണ്ടിയിട്ട് അനുവാദം കൊടുത്തപ്പോൾ, കേരളത്തിന്റെ ഗവൺമെന്റ് കൊടുത്തപ്പോൾ അതിനനുകൂലമായ വിധി കൊടുത്തത് തെറ്റായിപ്പോയെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ വിധി പ്രസ്താവന തിരുത്തിക്കൊണ്ട് കേരളത്തിന്റെ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് തൊട്ടുപോകരുത്, അവിടെ ഇടപാട് നടത്താൻ പാടില്ല എന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാ പറഞ്ഞത്. ഇവിടെ രാജ്യത്ത് വഖഫിന്റെ സ്വത്ത് പരിരക്ഷിക്കേണ്ടുന്ന ബാധ്യത ഗവൺമെന്റ് തന്നെയാണ് കൃത്യമായ നിലയിൽ. കാരണം അത് വഖഫാണ്, വഖഫിൽ കൈവയ്ക്കാൻ അവകാശമില്ല. അത് വഖഫ് ചെയ്ത സമുദായത്തിനും പൊതുസമൂഹത്തിനും ഉപകാരപ്പെടേണ്ടതാണ്. ഏതെങ്കിലും സ്വകാര്യ വ്യക്തികൾക്ക് അത് അന്യാധീനപ്പെട്ടു പോകാൻ പാടില്ല എന്ന കാര്യത്തിൽ കൃത്യമായി ഗവൺമെന്റും കോടതികളും രാഷ്ട്രത്തിന്റെ നിയമങ്ങളും അതുപോലെ തന്നെ കോടതിയുടെ പല വിധികളും അനുകൂലമായ ഒരു പ്രോപ്പർട്ടിയെ ഇന്ന് വഖഫല്ല എന്ന് പറഞ്ഞുകൊണ്ട്, വഖഫ് എന്ന് പറയുന്നത് കൊള്ള സംഘമാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വലിയ കലാപങ്ങൾ അഴിച്ചിട്ട് ഒരു സമരപന്തൽ തന്നെ അവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുക. ആ സമരപന്തലിൽ പോയി പ്രസംഗിക്കുന്നതാരാണ്? ഈ രാജ്യത്തെ ഏറ്റവും വലിയ ഫാസിസ്റ്റുകൾ, അപകടകരമായ ശക്തികൾ. കാസ അവിടെ പോവുകയാണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ ഈരാറ്റുപേട്ടയുടെ പൂസൻ അവിടെ പോവുകയാണ്. ആ കൂട്ടത്തിൽ കുറെ അച്ഛന്മാരും കൂടിയിരിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കാര്യം പറയട്ടെ. വഖഫിന്റെ ഈ പ്രോപ്പർട്ടിയെ വഖഫ് ഭേദഗതി ചെയ്യാൻ വേണ്ടി രംഗത്ത് വന്നിരിക്കുന്ന ഈ ഫാസിസ്റ്റ് ഗവൺമെന്റിനെ ഒത്താശ ചെയ്താൽ ഇവിടുത്തെ ക്രിസ്ത്യാനികളായ സമൂഹത്തിന് എന്തെങ്കിലും ലാഭം കിട്ടുമെന്ന് ആരെങ്കിലും കരുതിയിട്ട് ആ പക്ഷം ചേരുന്നെങ്കിൽ തെറ്റാണ്. ഈ രാജ്യത്തെ ക്രൈസ്തവ സഹോദരങ്ങൾ ആ പ്രോപ്പർട്ടി വഖഫല്ല എന്ന് പറയേണ്ട യാതൊരു ബാധ്യതയും അവർക്കില്ല. അവർക്കൊന്നേ പറയേണ്ടതുള്ളൂ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ക്രൈസ്തവരായ സഹോദരങ്ങൾ അവിടെയുണ്ട്, കുടിയൊഴിപ്പിക്കരുത്. ഞങ്ങളുടെ ചർച്ചകൾ അവിടെയുണ്ട്, അത് നിങ്ങൾക്ക് നഷ്ടപ്പെടരുത് എന്ന് വേണമെങ്കിൽ അവർക്ക് പറയാം. അക്കാര്യം പരിഗണിക്കാൻ യഥാർത്ഥത്തിൽ ഈ സമുദായം, ഈ കേരളത്തിലെ മുസ്ലിം സംഘടനകൾ തയ്യാറുമാണ്. പ്രശ്നം യഥാർത്ഥത്തിൽ അവിടെ തീരേണ്ടതല്ലേ? പക്ഷേ ആ സംഭവത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇവിടെ വഖഫ് നിയമം തന്നെ വേണ്ട, വഖഫ് കൊള്ള സംഘമാണെന്ന് പറയാൻ ഇവിടെ ചില ക്രൈസ്തവ പുരോഹിതന്മാരുടെ നേതൃത്വത്തിൽ ഇവിടെ മുന്നോട്ട് പോകുമ്പോ അവരോട് പറയാനുള്ളത്, സത്യത്തിൽ നിങ്ങളോടൊപ്പം കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ക്രൈസ്തവരില്ല എന്നുള്ളത്. കോൺഗ്രസിന് വോട്ട് ചെയ്യരുതെന്ന് പറഞ്ഞു. അതെന്താ പറഞ്ഞേ? കോൺഗ്രസിന് വോട്ട് ചെയ്യരുതെന്ന്. കാരണം വഖഫിന്റെ പ്രൊട്ടക്ഷൻ നിയമങ്ങളൊക്കെ കോൺഗ്രസ് ഉണ്ടാക്കിയത്. ഞാൻ നേരത്തെ പറഞ്ഞു, കോൺഗ്രസ് വഖഫ് പ്രൊട്ടക്ഷൻ നിയമം ഉണ്ടാക്കി എന്തുകൊണ്ടാണെന്നറിയോ? ഈ രാജ്യത്തിന്റെ പൊതു സ്വത്താണ്, ആവശ്യം വന്നാൽ ഉപയോഗിക്കേണ്ട പൊതു സ്വത്താണെന്നുള്ളതുകൊണ്ടാണ്. അപ്പൊ മുസ്ലിങ്ങൾക്ക് തിരിച്ചു കൊടുക്കാൻ വേണ്ടി അല്ല ഒരു സത്യത്തിൽ ഉണ്ടാക്കിയത്. അന്യാധീനപ്പെട്ടു പോയതെല്ലാം തിരിച്ചു മുസ്ലിങ്ങൾക്ക് കൊടുക്കണമെന്ന് വിചാരിച്ചല്ല, വഖഫ് സ്വകാര്യ വ്യക്തികൾ അന്യാധീനപ്പെടുത്തലെന്ന് വിചാരിച്ചിട്ടുണ്ടാക്കിയ നിയമമാണ്. ആ നിയമത്തിന്റെ പരിരക്ഷ അത് പിന്നീട് പാർലമെന്റ് ഉണ്ടാക്കിയ നിയമമല്ലേ?
ആ നിയമത്തെ വെല്ലുവിളിക്കുന്നവർ സത്യത്തിൽ രാഷ്ട്രത്തിന്റെ നിയമത്തെയല്ല വെല്ലുവിളിക്കുന്നത്. അവരല്ലേ രാജ്യദ്രോഹികൾ. എന്നിട്ട് എന്തോ രാജ്യസ്നേഹത്തിന്റെ മേലാട എടുത്ത് അണിയുകയാണ്. അവർ വെല്ലുവിളിക്കുന്നത് ആരെയാ? മുസ്ലിം സമുദായത്തെയാണോ? ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ കോടതി വിധിയല്ലേ വെല്ലുവിളിക്കുന്നത്. കോടതി വിധിയെ വെല്ലുവിളിക്കുന്നവർ രാജ്യസ്നേഹികളും കോടതി വിധി പറയട്ടെ എന്ന് പറയുന്നവർ രാജ്യദ്രോഹികളുമാണ് എന്ന് ആരെങ്കിലും പറയുന്നെങ്കിൽ തെറ്റി. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇത് വഖഫാണ് എന്ന യാഥാർത്ഥ്യം നിലനിൽക്കെ വഖഫല്ല എന്ന് കള്ളം പറയുന്നത് കൊണ്ട് ഇവിടെ ഒന്നും നേടാനില്ല. വഖഫിന്റെ അവകാശം പിടിച്ചു പറിക്കാൻ ഏതെങ്കിലും കാസ പോലുള്ള വർഗീയ ശക്തികൾ ഫാസിസ്റ്റുകളും ശ്രമിക്കുമ്പോൾ അവർ കലാപം ഉണ്ടാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വഖഫിന് വഖഫല്ലെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു വഖഫ് നിലനിൽക്കില്ല. പ്രിയപ്പെട്ടവരെ, വഖഫാണെന്ന് അംഗീകരിച്ചിട്ടില്ലേ ബാബരി പിടിച്ചെടുത്ത്? വഖഫാണെന്നുള്ളതിൽ തർക്കമില്ലല്ലോ. അതുപോലെ തന്നെ ജാൻ ബാപ്പിയുടെ കാര്യത്തിൽ വഖഫാണെന്നുള്ളതിൽ തർക്കമില്ലല്ലോ. കാശിയുടെ കാര്യത്തിൽ വഖഫാണെന്നുള്ളതിൽ തർക്കമില്ലല്ലോ. കൊണ്ട് ഫാസിസ്റ്റുകൾക്ക് ചൂട്ടുപിടിച്ചുകൊണ്ട് വഖഫല്ല എന്ന് പറയാൻ സമുദായത്തിൽപ്പെട്ടവർ പോലും ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവരെ തിരുത്താൻ കൂടിയാണ് ഇത്തരം സമ്മേളനങ്ങൾ എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. വഖഫല്ല എന്ന് പറയുന്നത് സത്യത്തിന് വിരുദ്ധമാണ്, മനസാക്ഷി വിരുദ്ധമാണ്, മതവിരുദ്ധമാണ്. കാരണം ഈ പ്രോപ്പർട്ടി ഞാൻ എറണാകുളത്ത് വരുന്നത് എറണാകുളം ജില്ലാ മഹല്ല് കൂട്ടായ്മ ഈ പ്രശ്നത്തിൽ ഏതാണ്ട് എല്ലാ ദിവസങ്ങളിലും മീറ്റിംഗ് കൂടി ഈ പ്രശ്നത്തിന്റെ യഥാർത്ഥ നിജസ്ഥിതി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പരിശോധനയിൽ ഞങ്ങൾക്ക് വളരെ കൃത്യമായ രേഖകൾ ഞങ്ങളുടെ കൈവശമുണ്ട്. ഞങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ പ്രശ്നം വഖഫാണെന്ന് സ്ഥാപിക്കുന്നതിനാവശ്യമായ ഏറ്റവും മികച്ച നീക്കം നടത്തുന്നത്. ഈ പ്രശ്നത്തിൽ വഖഫ് പ്രോപ്പർട്ടിയാണ് എന്ന് അംഗീകരിപ്പിക്കാൻ വേണ്ടി കേസിന് പോയിരിക്കുന്നത് എന്റെ സുഹൃത്തു കൂടിയായ സലാം സാഹിബ. എന്റെ മഹല്ലിലെ മെമ്പറാണ് അദ്ദേഹം, വടമുകൾ മഹല്ലിലെ മെമ്പറാണ്. അദ്ദേഹത്തെ പോലും വിളിച്ച് അന്വേഷിക്കാതെ, എന്താണ് ഈ പ്രോപ്പർട്ടിയുടെ നിജസ്ഥിതി എന്ന് അന്വേഷിക്കാതെ അദ്ദേഹത്തെ പോലും ബന്ധപ്പെടാതെ ഇത് വഖഫല്ല എന്ന് പറയാൻ ശ്രമിക്കുന്നവർ സമുദായത്തിന് പുറത്തുള്ളവരായാലും അകത്തുള്ളവരായാലും അവർ വസ്തുത അറിയാതെ ഫാസിസ്റ്റുകൾക്കും അതുപോലെ തന്നെ വർഗീയവാദികളായ ഒരു പറ്റം, എല്ലാവർക്കും അല്ല, ക്രിസ്ത്യാനികൾക്കുമാണ് അവസാനമാടുന്നത്. അവർ രാജ്യത്തിന്റെ നന്മ ആഗ്രഹിക്കുന്നവരല്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. അതോടൊപ്പം തന്നെ ഒരു കാര്യം പറയട്ടെ, വഖഫിന് ന്യായമായ വഖഫാണെന്ന് രേഖയുള്ള വസ്തുക്കൾക്ക് ന്യായമായ പ്രൊട്ടക്ഷൻ നൽകണമെന്ന് പറഞ്ഞത് കോൺഗ്രസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോ കോൺഗ്രസിന് വോട്ട് കൊടുക്കരുതെന്ന് അവർ പറഞ്ഞില്ലേ? പക്ഷേ ഉപതെരഞ്ഞെടുപ്പ് ഇതിന്റെ ഫലം വന്നപ്പോ എന്താ കണ്ടേ? ഈ വർഗീയ ക്രിസ്ത്യാനികളോടൊപ്പം കേരളത്തിലെ ക്രൈസ്തവ സഹോദരങ്ങൾ ഇല്ലെന്നല്ലേ തെളിയിച്ചത്? അല്ലേ? വയനാട്ടിലെ 4,10,000 വോട്ടിന്റെ ഭൂരിപക്ഷം പ്രിയങ്കയ്ക്ക് കിട്ടിയത് കോൺഗ്രസിന് കിട്ടിയ വോട്ടല്ലേ? കോൺഗ്രസ് ആണെങ്കിൽ അല്ലേ? അതിനകത്ത് ക്രിസ്ത്യാനികളുടെ വോട്ടില്ലേ? ഭൂരിപക്ഷം ക്രിസ്ത്യാനികൾ നിറഞ്ഞു നിൽക്കുന്ന വയനാട് മണ്ഡലത്തിൽ പ്രിയങ്ക ഗാന്ധിക്ക് 4,10,000 വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടണമെങ്കിൽ ക്രിസ്ത്യാനി വർഗീയവാദികളായ അച്ഛന്മാരുടെ വാക്ക് കേട്ടില്ലെന്ന് മനസ്സിലാക്കാൻ കോൺഗ്രസ് ആണെന്ന് പറയപ്പെടുന്നവരുടെ നേതാക്കന്മാർക്ക് കൂടി ഒരു ബോധം ഉണ്ടാകുന്നു. കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ട് വർഗീയവാദികളായ ക്രിസ്ത്യാനികൾക്കല്ല, മതേതരരായ പ്രിയങ്കയ്ക്ക് 4,10,000 വോട്ടിന്റെ ഭൂരിപക്ഷം നൽകിയ മതേതരരായ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി വേണം കോൺഗ്രസും നിലനിൽക്കാൻ, എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും നിലനിൽക്കാൻ. അതുപോലെ തന്നെ കോൺഗ്രസ് വോട്ട് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഇവിടെ പാലക്കാട് എന്താ സംഭവിച്ചത്? ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കഴിഞ്ഞ പ്രാവശ്യം BJP വിജയത്തിന്റെ വക്കത്തെത്തിയിടത്ത് നിന്ന് കോൺഗ്രസിന് ഞങ്ങൾ വോട്ട് ചെയ്യില്ലെന്ന് കുറെ വർഗീയ പുരോഹിതന്മാർ, ക്രൈസ്തവന്മാർ പറഞ്ഞു, അല്ലെങ്കിൽ കാസ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ തോൽപ്പിക്കാൻ പറ്റിയില്ലെന്ന് മാത്രമല്ല 15,000 വോട്ടിന് രാഹുൽ മാങ്കൂട്ടം എന്ന കോൺഗ്രസ് നിലവിൽ പറയുന്നവർ എന്ന വ്യക്തി അവിടെ ജയിച്ചെങ്കിൽ അവിടത്തെ ക്രൈസ്തവർ രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്തു എന്നല്ലേ അതിന്റെ അർത്ഥം? പറഞ്ഞ ക്രിസ്ത്യാനി വർഗീയവാദികളുടെ കൂടെ അല്ല എന്ന് മനസ്സിലാക്കാൻ കോൺഗ്രസ് അടക്കമുള്ള മതേതര പ്രസ്ഥാനങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പ്രേരണ നൽകണമെന്ന് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക. അത് എല്ലാം കഴിഞ്ഞതിന് ശേഷം കോൺഗ്രസ് എന്ന് പറയുന്നവരോടൊപ്പം പോയിട്ട് അവർക്ക് അനുകൂലം പറയാൻ വേണ്ടി നമ്മുടെ മതേതര കക്ഷികൾ പോയാൽ രാജ്യത്തിന്റെ മതേതര അന്തസത്തയാണ് തകിടം പറിക്കപ്പെടുക എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണമെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ആ വിഷയത്തിൽ പറഞ്ഞുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഇവിടെ വളരെ കൃത്യമായ നിലയിൽ നമ്മൾ ആരുടെയും അവകാശം നയാ പൈസയുടേത് വഖഫാണെന്ന് പറഞ്ഞ് പിടിച്ചെടുക്കാൻ നമുക്ക് അവകാശമില്ല. രാജ്യത്ത് അതിന് നിയമം അനുവാദം നൽകുന്നില്ല. ഒരു കോടതിയും ഒരാൾ വഖഫെന്ന് പറഞ്ഞപ്പോ ഇവർ പറഞ്ഞു നടക്കണം എന്താ? ഏതെങ്കിലും ഒരു മുസ്ലിം ഒരു തെരുവിലൂടെ നടന്നു പോകുമ്പോൾ റോഡിന്റെ വക്കത്ത്
കാണുന്ന നല്ല കണ്ണായ ഒരു സ്ഥലം കണ്ടിട്ട് വഖഫ് എന്ന് പറഞ്ഞാൽ വഖഫായി പോകുന്നു. എന്ത് ഭ്രാന്ത വിളിച്ചുകൂടാ? ആരാ പറയണേ? കോൺഗ്രസിന്റെ ഒപ്പം നിന്ന് കിട്ടാവുന്നതൊക്കെ കിട്ടി PSCയുടെ ചെയർമാൻ പോലുമായിട്ട് BJP പാളയത്തിൽ പോയി ആലപ്പുഴയിൽ മത്സരിച്ച് തോറ്റുപോയ ഒരു നാണം കെട്ട മനുഷ്യൻ വഖഫ് ഏത് മുസ്ലിം പറഞ്ഞാലും രാജ്യത്തെ മണ്ണ് മുഴുവൻ ഭൂമി മുഴുവൻ വഖഫായി പോകും. ഇത്ര പച്ച കള്ളങ്ങൾ. അങ്ങനെ പറഞ്ഞ വഖഫാകുമോ? അങ്ങനെ വഖഫായി അതുകൊണ്ട് ഇതൊക്കെ വഖഫാണെന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ പോയ കോടതി അതിന് അനുകൂലമായിട്ട് വിധി പറയുമോ? ഇത്തരം നുണകൾ മാത്രം പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്ത് വർഗീയ സ്പർദ്ധയുണ്ടാക്കി ഫാസിസ്റ്റുകളുടെ മൂട് താങ്ങി കാര്യം സാധിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു വിഭാഗം ശക്തികളെ തിരിച്ചറിയാൻ നമ്മുടെ രാജ്യത്തെ ഭൂരിപക്ഷം ക്രൈസ്തവർക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നത്. ഭൂരിപക്ഷം ഹിന്ദുക്കൾക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നത്. ഈ രാജ്യത്തെ ഭൂരിപക്ഷം എന്നല്ല മുഴുവൻ മുസ്ലിമീങ്ങൾക്കും അത് കഴിയുന്നുണ്ട്, ഉണ്ടാകണമെന്ന് ഞാൻ പറയുക. വഖഫ് വിഷയത്തിൽ രണ്ടഭിപ്രായം ഉണ്ടാകും. വഖഫ് വിഷയത്തില് രണ്ടഭിപ്രായമേ ഇല്ല. വഖഫാണെന്ന് തുറന്ന് പറയാൻ പേടിക്കണ്ട. കാരണം അതിന്റെ രേഖകൾ മുഴുവൻ തുറന്നു കിടക്കുകയാണ്. കോടതി വിധികൾ തുറന്നു കിടക്കുകയാണ്. ചെറിയ കോടതി മുതൽ വലിയ കോടതി മുതൽ നിയമങ്ങൾ തുറന്നു കിടക്കുക. അത് പറഞ്ഞാൽ ഇവിടുത്തെ ക്രിസ്ത്യാനി പൊട്ടിത്തെറിക്കൊന്നുമില്ല. ഇവിടുത്തെ ക്രിസ്ത്യാനി ഭൂരിപക്ഷത്തിന് അത് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അവർക്ക് പ്രശ്നം പാവപ്പെട്ട അവിടുത്തെ ക്രൈസ്തവ സഹോദരങ്ങൾ കുടിയൊഴിപ്പിക്കരുതെന്നുള്ളതാണ്. അക്കാര്യത്തിൽ നമ്മളെല്ലാം ഒന്നല്ലേ? അക്കാര്യത്തിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടോ? യഥാർത്ഥത്തിൽ അവരെ അവിടെ നിന്ന് മാറ്റേണ്ടി വന്നാൽ, നിയമം അനുവദിക്കുന്നില്ലെങ്കിൽ ഒരുപക്ഷെ അവിടെ തന്നെ കുടിയിരുത്തിയാൽ നാളെ ഇതുപോലൊരു കേസ് പോയാൽ വീണ്ടും അവരെ കുടിയൊഴിപ്പിച്ചേക്കാം. അതുകൊണ്ട് അവരെ ഏറ്റവും മികച്ച സ്ഥലത്തേക്ക് പുനരധിവസിപ്പിച്ചുകൊണ്ട് ഈ പ്രശ്നം എന്നേക്കുമായി അവർക്ക് അനവസരങ്ങളില്ലാതെ ഉറങ്ങാൻ കഴിയണം. അവിടെ തന്നെ കുടിയിരുത്തിയാൽ നാളെ വഖഫിന്റെ നിയമങ്ങൾ ഇവിടെ നിലനിൽക്കുന്നിടത്തോളം കാലം ഈ രാജ്യത്ത് അവരൊരുപക്ഷെ അവരുടെ നേരെ വീണ്ടും നിയമത്തിന്റെ കരങ്ങൾ വീണ്ടും വരുമെങ്കിൽ അവരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഏർപ്പാട് ഗവൺമെന്റ് ചെയ്യണം. അതിനാവശ്യമായ ചെലവ് അവരുടെ കൈവശത്ത് നിന്ന് പണം വാങ്ങി അവർക്ക് സ്ഥലം വിട്ടുകൊടുത്ത ഫാറൂഖ് കോളേജിന്റെ മുസ്ലിം മാനേജ്മെന്റിൽ നിന്ന് ഈടാക്കണം. മുസ്ലിം മാനേജ്മെന്റിൽ നിന്ന്, ഹിന്ദുവിൽ നിന്നല്ല, ക്രിസ്ത്യാനിയിൽ നിന്നല്ല, മുസ്ലിമുകളിൽ ഈടാക്കി ആ പാവങ്ങൾക്ക് നഷ്ടപരിഹാരം ചെയ്യണം. ഇതിനകത്ത് വല്ല വർഗീയതയുണ്ടോ? ഇത് പറയാൻ ആരെ പേടിക്കണ്ടേ? നമ്മളെന്താ വർഗീയത പറയുന്നത്? വഖഫ് വഖഫാണ്. ആ വഖഫ് നമ്മൾ ഈ ഭാഗം വിട്ടുകൊടുത്താലും ശരി, നാളെ ഒരാൾ കേസുമായിട്ട് വന്നു കഴിഞ്ഞാൽ പാവത്തിന്റെ ജീവിതം വീണ്ടും വഴിമുട്ടും. ഇടപാടുകൾ നടത്താൻ പറ്റില്ല. ആ ഒരു സാഹചര്യം വേണ്ട. അവരവിടെ നിലനിൽക്കുന്നത് മാത്രമാണ് അഭികാമ്യമെങ്കിൽ അവരവിടെ നിലനിർത്തിക്കൊണ്ട് അതിനു വേണ്ടി വന്ന പഴുതുണ്ട്, അതിന് വേണ്ട പോംവഴികൾ കണ്ടെത്താൻ കഴിയും. ഇനി അതല്ല, അവർക്ക് ഏറ്റവും ശാശ്വതമായ പരിഹാരം എന്ന് പറയുന്നത് അവർക്ക് ഏറ്റവും ഉചിതമായ മറ്റൊരു സ്ഥലം കണ്ടെത്താണെങ്കിൽ അത് കണ്ടെത്തി പ്രശ്നം പരിഹരിക്കണമെന്ന കാര്യത്തിൽ ഈ രാജ്യത്ത് ഒരു മുസ്ലിം സംഘടനയും എതിരെന്നിരിക്കെ ചില ആളുകൾ വഖഫാണോ, വഖഫല്ലേ, വഖഫാണെന്ന് ഞാൻ പറയുമോ, ഞാൻ പറയൂലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചുമ്മാ ഈ പ്രശ്നത്തെ ആവശ്യമില്ലാതെ വഷളാക്കാൻ വേണ്ടി ശ്രമിക്കരുത്. വഖഫ് തന്നെയാണ്, എന്നാലും ആ പാവപ്പെട്ട ജനങ്ങളെ വഴിയാധാരമാക്കരുത് എന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു തർക്കവുമില്ല. അത് മുസ്ലിം സമുദായത്തിന്റെ ഇന്നത്തെ അന്തസ്സുള്ള നിലപാടാണ്. അവിടെ വഖഫാണെന്ന് പറയാനൊക്കെ പേടിയില്ല. കാസ പറഞ്ഞാൽ പേടിക്കാൻ പോയാൽ ഈ രാജ്യത്ത് വല്ലതും നടക്കുമോ? അതുപോലെ തന്നെ പൂസം പറഞ്ഞ പേടിക്കാൻ പോയാൽ രാജ്യത്ത് വല്ലതും നടക്കുമോ? കുറെ വർഗീയവാദികളായ അച്ഛന്മാർ പറഞ്ഞ പേടിക്കാൻ പോയാൽ, പേടിക്കാനാണ് RSSനെ പേടിക്കാൻ പാടില്ല. RSS നമ്മളിക്കാനായിട്ട് പേടിക്കുന്നില്ല. പിന്നെ ഈ മുക്കാക്കോടിയും കൂടെ അവരെല്ലാവരും ജയിലിൽ നമുക്കറിയാം. നമ്മൾ ചേർന്നിട്ട് ഞങ്ങളത് RSSന്റെ ഊരെ ചാരിയിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങളും നിങ്ങളെ പേടിപ്പിക്കുകയാണെന്ന് പറഞ്ഞാൽ അവരെ പേടിക്കേണ്ട കാര്യമൊന്നും നമുക്കില്ല. RSSനെ നമ്മൾ പേടിക്കുന്നില്ല. RSSനോട് നമ്മൾ നേർക്ക് നേരെ നിയമ പോരാട്ടങ്ങളിലൂടെ നേർക്ക് നേരെ നിൽക്കുകയാണ്. നമ്മൾ RSSനോട് ഫാസിസ്റ്റുകളെ ഞങ്ങൾ അനുവദിക്കില്ല, ഈ രാജ്യത്തിന്റെ മതേതരത്വം അട്ടിമറിക്കാനെന്ന് പറഞ്ഞു നിൽക്കുന്ന നമ്മളോട് ഒരു ചെറിയ സംഘം കൂടെ അങ്ങോട്ട് ചേർന്നിട്ട് ഞങ്ങളെ മുഖ്യവരിക്കും എന്ന് പറയുന്നതിന് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ഇത് നമുക്ക് പറയാനുള്ളത് മദ്രസയാണ് മറ്റൊരു പ്രശ്നം. പ്രിയപ്പെട്ടവരെ, മദ്രസ എന്ന് പറയുന്നത് ഈ രാജ്യത്ത് മുസ്ലിങ്ങൾ മാത്രം സ്വന്തമായതുകൊണ്ട് മദ്രസ അങ്ങോട്ട് പൊക്കോട്ടെ എന്നാണ് പല ആളുകളും മനസ്സിലാക്കിയിരിക്കുന്നത്. എന്നിട്ട് മദ്രസയുടെ പല ആളുകൾ ചോദിക്കുക, മദ്രസ എന്തിനാ? മദ്രസ കൊണ്ട് ഈ രാജ്യത്തിന് എന്താണ് ഗുണം?
എന്നൊക്കെ ചില ആളുകൾ ചോദിക്കുമ്പോ എന്താണ് മദ്രസ എന്ന് അവർക്ക് അറിയാൻ പാടില്ല എന്നുള്ളത് മാത്രമേ അതിനെക്കുറിച്ച് പറയാറുള്ളൂ. ആരാണ് മദ്രസകളുടെ ഈ രാജ്യത്തെ സന്താനങ്ങൾ? മദ്രസകൾ ഈ രാജ്യത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവന എന്താണെന്നറിയാമോ? മദ്രസകളാണ് ബ്രിട്ടീഷുകാരെയും ഫാസിസ്റ്റുകളെയും ഇന്ത്യയിൽ നിന്ന് കെട്ടിക്കെട്ടിക്കാനിടയായത്. ഫാസിസ്റ്റുകളുടെ വിഭജന അജണ്ടയെ തകർത്തത് മദ്രസയാണ്. നിങ്ങൾക്കറിയോ? ദാറുൽ ദൈവം എന്ന് പറയുന്ന ഇവിടെയിരിക്കുന്ന പല പണ്ഡിതന്മാരും നാസിനികളാണ്. ദാറുൽ ദൈവം ഏഷ്യയിലെ ഏറ്റവും വലിയ മദ്രസയാ. ആ മദ്രസ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനമാണ്. അവിടെയാണ് ഗാന്ധിജി മൗലാന അലി സഹോദരന്മാരോടൊപ്പം ഇരുന്ന് സ്വാതന്ത്ര്യത്തിന്റെ ചർച്ചകൾ നടത്തിയത്. ഗാന്ധിജി അവിടെയാണ് സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ ഷെയ്ഖുൽ ഹിന്ദ് എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യ സമര ആചാര്യൻ എന്ന് പേര് കിട്ടിയ ആ സ്ഥാപനത്തിന്റെ സ്ഥാപകനായ ഷെയ്ഖുൽ ഹിന്ദ് മഹ്മൂദ് ഹസൻ ദൈവന്തി മദ്രസയുടെ സ്ഥാപകനാ. പ്രിയപ്പെട്ടവരെ, അവിടെയാണ് മൗലാന ഹുസൈൻ അഹമ്മദ് മദനി. അദ്ദേഹം മദ്രസയുടെ സന്താന. മദ്രസയിൽ പഠിപ്പിക്കപ്പെടുന്നത് ഈ ലോകത്ത് ഒരു കലാലയത്തിലും പഠിപ്പിക്കാത്ത വിദ്യാഭ്യാസങ്ങളാണ്. അവിടെ സയൻസ് പഠിപ്പിക്കുന്നുണ്ട്, അവിടെ തർക്കശാസ്ത്രം ലോജിക്ക് പഠിപ്പിക്കുന്നുണ്ട്, അവിടെ കണക്ക് പഠിപ്പിക്കുന്നുണ്ട്, അവിടെ ഗോളശാസ്ത്രം പഠിപ്പിക്കുന്നുണ്ട്, ലോകത്തിന് വേണ്ടതെല്ലാം പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അവിടെ പഠിച്ചവരാരാണ് ഈ മദ്രസയുടെ ഏറ്റവും മികച്ച സന്താനങ്ങളെന്ന് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് കാണാം ആരാണ്. ദി മദ്രസാസ് വേർ വൺ ഇൻക്ലൂസീവ്. മദ്രസകൾ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സ്ഥാപനമാണ്. ആൻഡ് ഇന്ത്യസ് ഫസ്റ്റ് പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, social reformer Rajaram Mohan Roy, and Hindi writer Munshi Premchand began their education with Maulavis, Islamic religious scholars, madrasas, from madrasas. Madrasയുടെ സന്തതികൾ രാജേന്ദ്ര പ്രസാദ്, മദ്രസയുടെ സന്തതികൾ രാജാറാം മോഹൻ റോയ്, മദ്രസയുടെ സന്തതികൾ മുൻഷി പ്രേംചന്ദ്. അതുകൊണ്ടാണ് രാജാറാം മോഹൻ റായ് ഈ രാജ്യത്ത് ഈ ഫാസിസ്റ്റ് ശക്തികൾ, ചാതുർവർണ്ണ ശക്തികൾ സതി നടപ്പാക്കിക്കൊണ്ട് പാവപ്പെട്ട പെണ്ണുങ്ങളെ ചിതയിൽ തള്ളിയിട്ട സതി സമ്പ്രദായം ഈ രാജ്യത്ത് നിർത്തലാക്കിയത് ആരെന്നറിയോ? രാജാറാം മോഹൻ റോയാണ്. It was widely believed that Rajaram Mohan Roy had studied at the Madrasa Aliya. മദ്രസ ആലിയയിലാണ് അദ്ദേഹം പഠിച്ചത്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ് അദ്ദേഹം ഒരു സോഷ്യൽ റിഫോർമറായി മാറിയത്. അദ്ദേഹം അവിടെ നിന്ന് പേർഷ്യൻ പഠിച്ചു. അതുപോലെ he could read the Quran without a Maulavi's help. ആ മദ്രസ ആലിയയിൽ നിന്ന് പഠിച്ചതുകൊണ്ട് ഒരു മൗലവിയുടെ പിന്തുണയില്ലാതെ, സപ്പോർട്ടില്ലാതെ ഖുർആൻ വായിക്കാൻ രാജാറാം മോഹൻ റോയ്ക്ക് അറിയാമായിരുന്നു. He studied the works of medieval Sufis and the Arabic translations of Aristotle and Plato. Aristotle, Plato പോലുള്ള ദാർശനികന്മാരുടെ അറബി വിവർത്തനങ്ങൾ അദ്ദേഹം പഠിച്ചത്. ആ പുസ്തകങ്ങൾ വായിക്കാൻ അദ്ദേഹത്തിന് പ്രാപ്തനാക്കിയത് മദ്രസ ആലിയയാണ്. രാജാറാം മോഹൻ റോയ് അദ്ദേഹമാണ് സതി സമ്പ്രദായയുടെ വേണ്ടാണ്ട് തീരുമാനിച്ചത്. അദ്ദേഹം ഇസ്ലാമിനെ നന്നായി പഠിച്ചയാളായിരുന്നു. അങ്ങനെ രാജ്യത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിച്ച മഹാരഥന്മാരെ സൃഷ്ടിച്ച മദ്രസ. ആ മദ്രസയിൽ വേണ്ട പോൽ എന്തിനാ? മദ്രസ നിലനിന്നാൽ ഇവരുടെ അജണ്ടകൾ നാളുകളിൽ പൊളിയുമോ? അതിനാണ് മദ്രസയുടെ നേരെ ഒരു വാഴം നിന്നത്. അതോടൊപ്പം നിങ്ങൾക്കറിയാമോ, മദ്രസകളിൽ പഠിപ്പിക്കപ്പെടുന്ന സംഗതികളൊക്കെ പഴയതാണ്. നിങ്ങൾക്കറിയാമോ, ഈ പള്ളിയുണ്ടല്ലോ, ഇപ്പൊ പഴയ പല പള്ളികളിൽ നിന്നൂടെ ബാങ്ക് വിളിച്ചു. പല പള്ളികളിൽ നിന്ന് ബാങ്ക് വിളിച്ചില്ലേ? ഈ ബാങ്ക് വിളിച്ച പള്ളികളുടെ എല്ലാം മെഹ്റാബ്, അതിന്റെ കിബില തിരിഞ്ഞിട്ടുന്ന എങ്ങോട്ടാന്നറിയാവോ? 4000 കിലോമീറ്ററുകൾ അപ്പുറത്തുള്ള മക്കയിലെ കഅബാലയത്തിലേക്ക് തിരിഞ്ഞാ നിൽക്കണേ. മദ്രസയിൽ പഠിപ്പിക്കുന്ന സാധനം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒരു ചെറിയ സിമ്പിൾ ഉദാഹരണം ഞാൻ പറയുക. ഇപ്പോ കിബില കണ്ടെത്താൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് താമസിച്ച വീട്ടിൽ ഞാൻ കിബില നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ഈ യന്ത്രം നോക്കി, കിബില സാധനം നോക്കി. നമുക്ക് കൃത്യമായി കിബില കിട്ടും. പക്ഷെ ഈ സാധനം ഒന്നുമില്ലാഞ്ഞ ഒരു 50 കൊല്ലം 100 കൊല്ലം മുമ്പുള്ള കാലങ്ങളിൽ മക്കയിലെ പരിശുദ്ധ കഅബാലയത്തിന്റെ നേരെ മുഖം തിരിച്ചു വെച്ചുകൊണ്ട് 5000 കിലോമീറ്ററുകൾക്ക് പുറത്ത് കടലിനിക്കരയുള്ള മുസ്ലിം പള്ളികളുടെ കഅബ കിബില അങ്ങോട്ട് തിരിച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഈ രാജ്യത്ത് വളരെ കൃത്യതയോടുകൂടി നിങ്ങൾ ഇന്ന് പരിശോധിച്ച് നോക്ക്, ഒരു കിബിലയും തെറ്റിയിട്ടില്ല. എങ്ങനെയാണ് അവിടെ കിബില തിരിച്ചു വെക്കാൻ പറ്റിയത്? ഞാൻ ചോദിക്കുക. കേരളത്തിന്റെ സെക്രട്ടേറിയറ്റിന് നേരെ തിരിച്ച് അതിലേക്ക് മുഖം തിരിച്ചു വെച്ചുകൊണ്ട് ഈ കൊല്ലം ജില്ലയുടെ മിനി സിവിൽ സ്റ്റേഷൻ പണിയണമെന്ന് പറഞ്ഞാൽ ഒരു എഞ്ചിനീയർക്ക് ഇപ്പോഴും പറ്റില്ല. ഒരു എഞ്ചിനീയർക്കും പറ്റില്ല. ആകാശത്തിലൂടെ ഏരിയൽ സർവേ നടത്തേണ്ടി വരും, എന്തെങ്കിലും സംവിധാനങ്ങൾ ഏർപ്പെടുത്തേണ്ടി വരും.
അല്ലാതെ സെക്രട്ടേറിയറ്റിന്റെ അതേ ദിശയിലുള്ള മിനി സിവിൽ സ്റ്റേഷൻ പണിയാൻ ഇപ്പോഴും ശാസ്ത്രം വളർന്നിട്ടില്ല. പക്ഷേ 5000 കിലോമീറ്റർ അകലെ പരിശുദ്ധമായ കാഴ്വാലയത്തിലേക്ക് ഈ കാഴ്വയുടെ മുഴുവൻ തിരിച്ചു വെച്ചെങ്ങനെയോ ഗോളശാസ്ത്രം അറിയുന്ന ഞങ്ങളുടെ പണ്ഡിതന്മാരാണ് മദ്രസകളിൽ പഠിച്ചവർ. എന്റെ നാട്ടിലെ പള്ളിയുടെ ഇവരെ തിരിച്ചു വെച്ച ജനക്ലോസാറാ. ആ ജനക്ലോസാറിനെ ശിഷ്യന്മാരാ നമ്മളെ പഠിപ്പിച്ച ഉസ്താദുമാരാ. മദ്രസകളിൽ മോഡശാസ്ത്രമുണ്ട്, മദ്രസകളിൽ ലോജിക്കുണ്ട്, മദ്രസകളിൽ കണക്കുണ്ട്, മദ്രസകൾ ഡയക്രമത്തിന്റെ അത്ഭുതപ്പെടുത്തുന്ന ഡയക്രമത്തിന്റെ സംവിധാനങ്ങൾ കണക്കുകളിലൂടെ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഡോക്ടർ കമാൽ പാഷയുമായി അതുപോലെ തന്നെ അലക്സാണ്ടർ ജേക്കബ് സാറൊക്കെ ആയിട്ട് ഒരു വേദി പങ്കെടുത്തപ്പോ അദ്ദേഹം പരിശുദ്ധ ഇസ്ലാമിന്റെ ഖുർആനികമായ ഡയക്രമം ഫറായിദിനെ സംബന്ധിച്ച് പറഞ്ഞു. അത്ഭുതകരമാണ്. ഈ വിജ്ഞാനമൊക്കെ പലപ്പോഴും പല അഡ്വക്കേറ്റ്സും അറിയാത്തതിന്റെ പേരിൽ എന്നെ കണക്ക് കൂട്ടി കൊടുക്കണം ഞാനാന്ന്. വക്കീലന്മാർക്ക് ഇത് അറിയാൻ പാടില്ല, മുസ്ലിംമാർക്ക് ഇത് അറിയാം. പഠിപ്പിക്കുക, മദ്രസ പഠിപ്പിക്കുക. ഇസ്ലാമിന്റെ മദ്രസ ഇതാ. ഈ അറിവിന്റെ സങ്കേതങ്ങളെ തകർത്ത് ചരിത്രമാക്കാനാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മദ്രസകള് അങ്ങില്ലാതാക്കിയാൽ നമ്മുടെ മക്കൾക്കൊക്കെ വേറെ എന്തോ വലിയ വിദ്യാഭ്യാസം കിട്ടുമെന്ന് നിങ്ങൾക്കറിയാമോ? വിദ്യാഭ്യാസം തന്നെ കുമ്പടഞ്ഞു പോകും. അത്തരത്തിൽ ഈ രാജ്യത്തിന്റെ ഐക്യത്തിന്, അഭിവൃദ്ധിക്ക്, അഖണ്ഡതയ്ക്ക് എന്നും താങ്ങായി തണലായി നിന്ന എല്ലാ സംവിധാനങ്ങളെയും തകർത്ത് ഒരു സമൂഹത്തിന്റെ അസ്തിത്വം കെടുത്തി പഴയ വിവരണ വ്യവസ്ഥിതി അതുപോലെ തന്നെ സതി സമ്പ്രദായമെല്ലാം ഈ രാജ്യത്ത് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്ന ഇന്ത്യ രാജ്യത്തിന്റെ ഫാസിസ്റ്റ് ഗവൺമെന്റിന്റെ ഈ അജണ്ടയെ മതേതര വിശ്വാസികൾ ഒന്നിച്ചു നിന്ന് ചെറുക്കണം. ഇവിടെ വർഗീയതയുടെ പ്രശ്നങ്ങളൊന്നുമില്ല. മതേതര പ്രസ്ഥാനങ്ങൾക്ക് കാര്യം വളരെ ബോധ്യമാണ്. ഭേദഗതികൾ അപകടകരമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെല്ലാവരും അതിനെതിരെ പൊരുതുന്നുണ്ട്. നമ്മൾ മതേതര വിശ്വാസികളെ വിശ്വാസത്തിൽ എടുക്കുക എന്നതാണ് പ്രധാനം. നമ്മൾ ചേരിതിരിവിന്റെ പക്ഷം ചേരരുത്. പക്ഷേ വർഗീയവാദികളായ ഒരു പറ്റം ആളുകൾ, ഫാസിസ്റ്റുകൾ ഒരു വശത്ത്, അപ്പുറത്ത് ഏതാനും ന്യൂനപക്ഷം വരുന്ന കുറെ ക്രിസ്ത്യൻ ഭീകര പ്രസ്ഥാനങ്ങൾ കൂടി അപ്പുറത്ത് ചേർന്നിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് അത് ക്രൈസ്തവ സഹോദരങ്ങളോടുള്ള എതിർപ്പായി നാം മാറ്റരുത്. ഹൈന്ദവ സഹോദരങ്ങളോടുള്ള വെറുപ്പായി നാം അതിനെ മാറ്റരുത്. നമുക്ക് ഒന്നിച്ചു നിന്നുകൊണ്ട് ഈ രാജ്യത്തെ എല്ലാ സംവിധാനങ്ങളെയും, മതേതര പ്രസ്ഥാനങ്ങളെയും, നമ്മുടെ ആരാധനാ സംവിധാനങ്ങളെയും നമുക്ക് ഊട്ടിയുറപ്പിക്കാൻ, പിടിച്ചു നിർത്താം. അത് പരസ്പരം വരാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് വഖഫല്ലെന്ന് പറയാനല്ല അതിന്റെ പരിഹാരം. വഖഫ് തന്നെയാണ്. എന്നാലും അവിടെ പാവപ്പെട്ട ജനങ്ങളെ കുടിയൊഴിപ്പിച്ച് വഴിയാധാരമാക്കാതെ പ്രശ്നം പരിഹരിച്ചെന്ന് പറയുന്ന ഒരു നിലപാടുണ്ട്. വഖഫ് അല്ലെങ്കിൽ കൊടുത്തേരെന്ന് പറയാൻ ഏത് പൊട്ടനാ കഴിയാത്തത്? വഖഫ് അല്ലാത്തത് കൊടുത്തേരെന്ന് പറയാൻ ഏത് പൊട്ടനാ കഴിയാത്തത്? എന്റേതല്ലാത്ത നീ കൊണ്ടുപോകുമെന്ന് പറയാൻ എന്റേതാണ്, ഞങ്ങളുടേതാണ്, ഈ സമുദായത്തിൻ്റെതാണ്, എന്നാലും നിന്നെ ഞാൻ കൈവിടില്ല എന്നാണ് നമ്മുടെ നിലപാട്. എന്നാലും നിന്നെ വിടില്ല. അതാണ് ഉദാരമായ നിലപാട്. ആ നിലപാടാണ് ഈ സമ്മേളനത്തിന്റെ നിലപാട്. ആ നിലപാടാണ് ഈ സമുദായത്തിന്റെ നിലപാട്. ആ നിലപാടിൽ നമ്മൾ വെള്ളം ചേർക്കുകയില്ല. നമുക്ക് സഹകരണം വേണം, സഹവർത്തിത്വം വേണം, അതുപോലെ തന്നെ മതസൗഹാർദ്ദം വേണം. ഇതൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ പ്രശ്നത്തെ മുഴുവൻ ജനങ്ങളോടും ഒത്തുചേർന്നുകൊണ്ട് നമുക്ക് പരിഹരിക്കാൻ സാധ്യമാകും. അതിന്റെ സൂചനകളാണ് കഴിഞ്ഞ ഇലക്ഷൻ പ്രിയങ്ക ഗാന്ധി ഇന്നലെ പാർലമെന്റിൽ പ്രസംഗിച്ചതുപോലെ അവർ പറഞ്ഞല്ലോ, നിങ്ങൾ ആഗ്രഹിച്ച 400 വോട്ട് സീറ്റുകൾ നിങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിൽ നിങ്ങളിപ്പോ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടന എന്ന് ഒരുപാട് ഒച്ച വയ്ക്കുന്നുണ്ടല്ലോ, ഈ ഭരണഘടന നിങ്ങൾ തിരുത്തുമായിരുന്നില്ലേ? ഈ രാജ്യത്തെ ജനങ്ങളല്ലേ ഭരണഘടനയിൽ കൈവയ്ക്കാൻ നിങ്ങൾ അനുവദിക്കാതിരുന്നതെന്ന് ഇന്നലെ പ്രിയങ്ക ഗാന്ധി ചോദിക്കുകയുണ്ടായി. അതെ, ഈ ഭരണഘടനയിൽ കൈവയ്ക്കാൻ ഇന്ത്യൻ ജനത അനുവദിക്കില്ല. ആ തെരഞ്ഞെടുപ്പ് തെളിയിച്ചു, ഈ ഉപതെരഞ്ഞെടുപ്പുകൾ തെളിയിക്കുന്നു. വർഗീയവാദികളോടൊപ്പം ഈ രാജ്യമില്ല. ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് വർഗീയതയ്ക്കിടം നൽകാതെ, എന്നാൽ വർഗീയവാദികൾക്ക് കീഴടങ്ങാതെ, ഇത് രണ്ടും പ്രധാനമാണ്. വർഗീയതയ്ക്കിടം നൽകാതെ, എന്നാൽ വർഗീയവാദികൾക്ക് കീഴടങ്ങാതെ നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഒരു പരസ്പരം വരാൻ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്തരം സമ്മേളനങ്ങളിലൂടെ ഈ സമൂഹത്തിന്റെ നിലപാടുകൾ ആരും പറയാനില്ലാതെ വഖഫ് അന്യാധീനപ്പെട്ടു പോയാലും വേണ്ടില്ല, ആർക്കൊക്കെയോ കീഴടങ്ങേണ്ടതുണ്ടെന്ന് പലരും വിചാരിക്കുമ്പോ അതല്ല എന്ന് പറയാൻ ഇത്തരം സമ്മേളനങ്ങൾ നാടൊട്ടുക്കും ഉണ്ടാകുന്നത് വളരെ പ്രധാനമാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് മഹത്തായ ഈ സമ്മേളനം അല്ലാഹുവിന്റെ തിരുനാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുവചനം ഉരുവിട്ടുകൊണ്ട് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അൽഹംദുലില്ലാഹി അവ്വലൻ വആഖിറ വആഖിറു ദഅവതി അൽഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.